മിശിഹായി എത്രയും സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ച തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നതിൻ്റെ ഭാഗമായി 1 മുതൽ 31 വരെ, ഈ മാസം 1 മുതൽ 31 വരെ ഇതൊരു പ്രത്യേക പ്രാർത്ഥനാ കാലയളവായി നമ്മൾ വർഷങ്ങളായി കൊണ്ടാടുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുക പരിശുദ്ധ മാതാവിനുള്ള ഭക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തായി ഓർമ്മ വരുന്ന ചെറുമാല ഭക്തിയിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിക്കാനാണ്. പരിശുദ്ധ മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്നത്. ഈ ജപമാലയിൽ നമ്മളെന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ തിരുവചന ധ്യാനമാണ് നമ്മൾ നടത്തുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും പ്രഘോഷവും ഒക്കെയാണ് നമ്മളിവിടെ ധ്യാനിക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദുഃഖരഹസ്യങ്ങളെ കുറിച്ചാണ്. ദുഃഖരഹസ്യങ്ങൾ നമുക്കറിയാം. പ്രകാശ സന്തോഷരഹസ്യം, പ്രകാശരഹസ്യം, ദുഃഖരഹസ്യം, മഹിമരഹസ്യം, ഇങ്ങനെയൊക്കെയുള്ള രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഇതിൽ ഓരോന്നിലും 5 പ്രാവശ്യം സുഖസ്നാനിതാവയും 10 പ്രാവശ്യം പ്രാർത്ഥനയും ചൊല്ലി നമ്മൾ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കാറുണ്ട്. അതിലൊരു ധ്യാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ദുഃഖരഹസ്യത്തിലെ 1ാമത്തെ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം ഉയർത്തുന്നതാണ്. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യത്തിലാണ്. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണതയിൽ പ്രാർത്ഥിച്ചു. അവന്റെ വേർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. കുഞ്ഞനാളിലെ ചെറുപാല പ്രാർത്ഥന ഒരു പ്രത്യേക വിദ്യാഭ്യാസമായി ജീവിതത്തിൽ നിലനിർത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംശയം കൂടെയായിരുന്നു. എങ്ങനെയാണ് ചോര വേർക്കുക എന്ന്. തീർച്ചയായും കർത്താവിന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമല്ല. എന്നിരുന്നാലും വൈദ്യശാസ്ത്രത്തിൽ ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ആ രോഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ രക്തം വിയർക്കുന്നതാണ്. ഒരു മനുഷ്യന് തീവ്രമായി ഉണ്ടാകുന്ന വേദന, അത് മാനസികമായാലും ശാരീരികമായാലും ഉള്ള വേദന, ആ വേദന അത് സഹിക്കുവാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയിലാണ് ഹെമറ്റോഹൈഡ്രോസിസ് എന്ന രോഗം പിടിപെടുക. അങ്ങനെ കർത്താവ് ചോര വിയർത്തതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. കർത്താവ് തൻ്റെ പീഡാസഹനത്തിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. ശിഷ്യന്മാരോട് തന്നോടൊത്ത് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ട് ഒരു കല്ലേറ് ദൂരം മാറി യേശുനാഥൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും ശിഷ്യന്മാർ ഉറങ്ങിപ്പോയതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ,
എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. യേശു പച്ചയായ മനുഷ്യനായി ഇവിടെ നിൽക്കുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല. എന്നാൽ മാനുഷികമായി അവിടുത്തെ ഏൽപ്പിച്ച ദൗത്യം അവിടുന്ന് ഏറ്റെടുക്കുകയാണ്. തൻ്റെ പിതാവിനോട് പറയുകയാണ്, അവിടുത്തെ ഹിതമല്ല, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലും ഇതേ ഒരു മാതൃക നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. സന്ദർശന സമയത്ത്, മംഗളവാർത്ത സമയത്ത് മറിയം തൻ്റെതായ ആകുലതകളും വ്യാകുലതകളും പറയുന്നുണ്ടെങ്കിലും അവസാനം ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. കർത്തൃപ്രാർത്ഥനയിലും ഇപ്രകാരം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത മനോഭാവം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം, ഇല്ല എങ്കിൽ എനിക്കെൻ്റെ ദൈവം വേണ്ട, അല്ല എങ്കിൽ എൻ്റെ ദൈവത്തിന് ശക്തിയില്ല എന്നൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥകളൊക്കെയില്ലേ നമ്മിൽ പലരുടെയും ജീവിതത്തിലുള്ളത്? ഈ കൊറോണ കാലത്തും ദൈവത്തെ തള്ളിപ്പറയുന്നവർ 2 ലക്ഷത്തോളം പേർ മരിച്ചിരിക്കുന്നു, എവിടെയാണ് ദൈവം എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, 2 ലക്ഷത്തോളം പേർ മരിച്ചുവെങ്കിൽ എത്ര കോടി പേർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെ, ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യാതെ ദൈവത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനോഭാവമല്ല നമുക്ക് വേണ്ടത്. ദൈവഹിതത്തിന് നമ്മെ തന്നെ ഇട്ടുകൊടുക്കുന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. അപ്രകാരം ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച കർത്താവിനോടൊപ്പം ചോര വിയർത്ത് പ്രാർത്ഥിക്കുവാൻ, കണ്ണീർ വാർത്ത് പ്രാർത്ഥിക്കുവാൻ, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ധ്യാനാത്മകമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കാം. ദുഃഖരഹസ്യങ്ങളിലെ രണ്ടാമത്തേത്, നമ്മുടെ കർത്താവായ യേശു മിശിഹ പിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നാണ് നമ്മൾ ധ്യാനിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ പ്രാരംഭത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, പിലാത്തോസ് യേശുവിനെ ചെമ്മട്ടി കൊണ്ടടിപ്പിച്ചു എന്ന്. പിലാത്തോസ് ആരുടെ പ്രതീകമാണ്? റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന യൂദയായുടെ 5ാമത്തെ പ്രവിശ്യാധികാരിയായിരുന്നു ഈ പിലാത്തോസ്. പിലാത്തോസ് യേശുവിൽ യാതൊരുവിധ കുറ്റവും കണ്ടില്ല എങ്കിലും തൻ്റെ അധികാരത്തെ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർ തന്നെ ഇപ്രകാരം വിധിക്കുമെന്ന് ഭയന്ന് യേശുവിനെ വിട്ടുകൊടുക്കുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് അടിമയായി നേട്ടകോട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, നേട്ടകോട്ടങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തൻ്റെ ഓഫീസ് ദുർവിനിയോഗം ചെയ്യുന്ന പിലാത്തോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പല പല ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരാണ്, ഉത്തരവാദിത്വങ്ങൾ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെയൊക്കെ എന്ത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുക? മറ്റുള്ളവൻ തെറ്റ് ചെയ്യുമ്പോൾ അവനെ ശിക്ഷിക്കുവാനും അവനെ തള്ളിപ്പറയുവാനുമൊക്കെയും നമ്മൾ പരിശ്രമിക്കും. എന്നാൽ അതേ തെറ്റ് എൻ്റേതാണെങ്കിൽ എൻ്റെ മനോഭാവം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമൂഹ്യ 2-ാം പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുഖത്ത് നോക്കി ദാവീദിന്റെ തന്നെ കുറ്റങ്ങൾ ആലങ്കാരികമായി ദാവീദിനോട് പറയുമ്പോൾ ദാവീദ്
എപ്രകാരമാണ് പ്രതികരിക്കുക? 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കർത്താവാണേ ഇത് ചെയ്തവൻ മരിക്കണം എന്നാണ് ദാവീദ് ഉദ്ഘോഷിക്കുന്നത്. തുടർന്ന് വീണ്ടും സമൂയേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ആരുടെ പ്രതീകമാണ്? നാഥാൻ പ്രവാചകന്റെ പ്രതീകമാണോ? ദാവീദിന്റെ പ്രതീകമാണോ? പിലാത്തോസിന്റെ പ്രതീകമാണോ? യേശുവിന്റെ പ്രതീകമാണോ? മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള മനോധൈര്യം നമുക്ക് ലഭിക്കാറുണ്ടോ? അതോ തെറ്റുകളോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനോഭാവമാണോ ഉള്ളത്? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തെറ്റുകളാണെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന മനോഭാവമാണോ ഉള്ളത്? നമ്മുടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എപ്രകാരമാണ് നമ്മൾ ചെയ്യുക? അവിടെ നീതി എന്ന് പറയുന്ന ദൈവിക പുണ്യത്തിന് എന്ത് സ്ഥാനമാണ് നമ്മൾ നൽകുക? ഒരുവൻ എൻ്റെ പ്രജയാണെങ്കിൽ, ഒരുവൻ എനിക്ക് കീഴ്പ്പെട്ടവനാണെങ്കിൽ അവനോട് എന്ത് മനോഭാവത്തിലാണ് നമ്മൾ ഓരോരുത്തരും വ്യാപരിക്കുകയും ചെയ്യുക? ചമ്മട്ടി കൊണ്ടടിക്കപ്പെടുന്ന യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ണോടിക്കാം. അവിടുത്തെ ജീവിത മനോഭാവം എന്തായിരുന്നു? അവന് ചമ്മട്ടി കൊടുത്തതാരാണ്? പക്ഷേ കർത്താവ് അതൊന്നും നോക്കുന്നില്ല. അവരുടെ നിയമങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതായി, ദൈവത്തിൻ്റെ ഹിതം തന്നിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി അവയെല്ലാം സഹിക്കുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും നീതിയും പരിശുദ്ധിയും സ്നേഹവുമൊക്കെ എന്തുമാത്രം ആഴത്തിലുണ്ട് എന്ന് ഈ ഒരു രഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആലോചിച്ചു നോക്കാം. ദുഃഖരഹസ്യത്തിലെ 3-ാമത്തേത്, നമ്മുടെ കർത്താവായ യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിക്കുന്നതായാണ് നമ്മൾ ധ്യാനിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം വായിക്കുന്നു, പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വച്ചു. നമ്മുടെ രാജാവായ യേശുവിന് നമ്മുടെ അഹങ്കാരത്തിൻ്റെ മുൾമുടിയാണ് അവർ അവിടുത്തെ തലയിൽ വെച്ചത്. അവിടുന്ന് ഒരു രാജാവാണെന്ന് പറയുമ്പോൾ രാജാവിന് ചേർന്ന ഒരു കിരീടം എന്ന് പറഞ്ഞുകൊണ്ട് മുൾക്കിരീടമാണ് യേശുവിനെ അവർ ചാർത്തുക. യൂദന്മാരുടെ രാജാവായ നസ്രയനായ ഈശോ എന്ന് അവിടുത്തെ തലയ്ക്ക് മുകളിൽ കുരിശിൽ എഴുതി വെച്ചുകൊണ്ട് പരിഹസിക്കുന്നതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, സാധാരണ ഭാഷയിൽ നമ്മളൊക്കെ പറയാറില്ലേ, കണ്ടക്ടറിന് ടിക്കറ്റ് അടിക്കുന്നുവെന്ന്, മാർപ്പാപ്പയെ കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ ഈ ക്ഷണികമായ അധികാരമുള്ളവർ ഈ എല്ലാ ലോകത്തിൻ്റെയും അധികാരിയായ ക്രിസ്തുവിന് മുൾക്കിരീടം നൽകിക്കൊണ്ട് അവരെല്ലാം വലിയ ആൾക്കാരാവുകയാണ്. പക്ഷേ അവർക്ക് താമസം വിന മനസ്സിലാക്കുവാൻ സാധിച്ചു ആരാണ് ക്രിസ്തുവെന്ന്. അവർ നൽകിയ മുൾമുടിയുടെ, അവർ നൽകിയ മുൾക്കിരീടത്തിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടായിരുന്നു, അത് എന്തുമാത്രം ക്ഷണികമായിരുന്നു, അതിനെ എന്തുമാത്രം നിഷ്പ്രയാസം കർത്താവ് എടുത്തു മാറ്റിയെന്ന്, അവിടുത്തെ ഉത്ഥാനത്തിലൂടെ എടുത്തു മാറ്റിയെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ മുള്ളുകളാകുന്ന വ്യക്തികളാണോ നമ്മൾ ഓരോരുത്തരും? മറ്റുള്ളവരുടെ ജീവിതത്തെ വളർത്തുന്നതിന് പകരം തളർത്തുന്ന മനോഭാവമാണോ നമുക്കുള്ളത്? മറ്റുള്ളവരുടെ വഴികളിൽ തടസ്സമായി മാറാതെ മറ്റുള്ളവർക്ക് മാർഗദർശികളാകുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് വിനയ മനോഭാവത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അഹങ്കാരത്തിൻ്റെ എല്ലാ മുൾമുടികളും നമുക്ക് ജീവിതത്തിൽ മാറ്റിക്കൊണ്ട് എളിമയോടുകൂടി വർദ്ധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം.
നാലാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്നാണ്. പ്രിയമുള്ളവരെയും, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അവൻ സ്വയം കുരിശിൻ ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. യേശുനാഥൻ്റെ മേൽ ഭാരമുള്ള കുരിശ് ചുമത്തപ്പെടുകയാണ്. 3 പ്രാവശ്യം അവിടുന്ന് കുരിശുമായി നിലത്ത് വീഴുകയാണ്. ഓരോ പ്രാവശ്യം നിലത്ത് കുരിശുമായി വീഴുമ്പോഴും അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് വെറുതെയല്ല, ആ കുരിശും കൊണ്ട് തന്നെ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. തൻ്റെ മേൽ സ്ഥാപിച്ച കുരിശിനെ എടുത്തു മാറ്റിക്കൊണ്ടല്ല, ആ കുരിശും കൊണ്ടാണ് കർത്താവ് എഴുന്നേൽക്കുക. നമ്മുടെ ജീവിതങ്ങളിലും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാജയങ്ങളിൽ നിന്നും എഴുന്നേൽക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട്, പ്രതിബന്ധങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയണഞ്ഞ വേറൊനിക്ക നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി നിൽക്കണം. നമ്മൾ ചെയ്യുന്നത് സത്യമാണെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് നീതിയാണെങ്കിൽ, അത് സ്നേഹപ്രകടനമാണെങ്കിൽ, യാതൊരുവിധ പ്രതിബന്ധങ്ങളെയും വകവയ്ക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള മനോധൈര്യം നമ്മൾ ആർജിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശിമയോനെ അവർ കുരിശ് വഹിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, കർത്താവിനെ ജീവനോടുകൂടി കുരിശിൽ തറച്ച് കൊല്ലുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നതുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ കുരിശ് നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ കുരിശാണ്. കർത്താവിൻ്റെ ദാസരാണ്, കർത്താവിൻ്റെ മക്കളാണ്, അവിടുത്തെ പ്രജകളാണ്, അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടുത്തെ ശിഷ്യത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ നൽകുന്ന എല്ലാവിധ സഹനങ്ങളും ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെയും മറ്റ് സ്ത്രീകളെയുമൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മുടെ ജീവിത കുരിശുമായി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കുരിശുകളെ ഓർത്ത് കരയേണ്ടവരല്ല നമ്മൾ. മറ്റുള്ളവരുടെ കുരിശുകൾ കണ്ട് അവരെ കർത്താവിനെ പോലെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇന്ന് ഈ കൊറോണ കാലത്ത് നമ്മുടെ ജീവിത മനോഭാവം എന്താണ്? നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന സമയവും കഴിവും സമ്പത്തുമൊക്കെയും എന്തിനേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കുക? അത് നമ്മുടെ ജീവിത സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ അതോ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പ്രാർത്ഥനകൾ അർപ്പിച്ച് ഏതെങ്കിലും തുച്ഛമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൻ്റെ അനിത്യ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗപൂർവമായിട്ടുള്ള സഹകരണങ്ങൾ മറ്റുള്ളവരുമായി വെച്ച് പുലർത്തുന്ന ഒരു ജീവിത മനോഭാവമാണ് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ വച്ച് പുലർത്തേണ്ടത്. അങ്ങനെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ശിഷ്യത്വം കർത്താവിനെ എന്തുമാത്രം നമ്മുടെ ഓരോരുത്തരെയും നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ധ്യാനത്തോടു കൂടി ഈ രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അഞ്ചാമത്തെ ദുഃഖരഹസ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകി പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്നാണ് ധ്യാനിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവനോടൊപ്പം മറ്റു 2 പേരെയും
യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലും. പ്രിയമുള്ളവരെ, കുരിശിൻ ചുവട്ടിലെ മാതാവിൻ്റെ സാന്നിധ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുരിശിൻ്റെ രണ്ട് വശത്തുമായി അവിടെ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരും. പലരും ഈ കള്ളന്മാരുടെ പിന്നാലെയാണ് പോവുക. പരിശുദ്ധ മാതാവിനെ വിസ്മരിക്കും, നമ്മുടെ കർത്താവായ യേശു മിശിഹായെ വിസ്മരിക്കും. നല്ല കള്ളൻ അവിടെ കിടന്ന് അനുദപിക്കുന്നു. അതേസമയം മറ്റേ കള്ളനാകട്ടെ അവിടെ കിടന്നുകൊണ്ടുപോലും കർത്താവിനെ തള്ളിപ്പറയുകയാണ്, കർത്താവിനോട് വെല്ലുവിളിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് മിക്കവാറും എല്ലാവരും നവമാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ദൈവം എവിടെയെന്ന്? പ്രിയമുള്ളവരെ, ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ, നിരീശ്വരവാദികൾ ചോദിക്കുമ്പോൾ, മറ്റു പല പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ചോദിക്കുമ്പോൾ, അവരോടൊപ്പം ക്രിസ്ത്യാനികളും ചേർന്ന് നിന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ടാകാറുണ്ട്. ഇപ്രകാരം ചോദ്യങ്ങൾ ഉയർത്തുന്നവർ അവരുടെ ജീവിതങ്ങളിൽ ഏറ്റവും അടുത്ത ആവശ്യങ്ങൾ വരുമ്പോൾ അവരോട് ഇണയുന്നത് എവിടെയാണ്? അവരോട് ഇണയുന്നത് ഈ ദേവാലയത്തിൽ തന്നെയില്ലേ? അവർക്ക് വിവാഹം കഴിക്കുവാനും, അവർക്ക് ജ്ഞാനസ്ഥാനം നൽകുവാനും, അവർക്ക് സ്ഥലീലേപനത്തിനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും, അടക്കങ്ങൾ നടത്തുവാനും, രോഗീലേപനങ്ങൾക്കുമൊക്കെയായിട്ട് ഓടിയണയുന്നവരും ദൈവത്തെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൊങ്കാലയിട്ട് അറുമാദിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ആളാകാൻ വേണ്ടി ഇപ്രകാരമുള്ള രീതികളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെങ്കിൽ അവിടുന്ന് അതോടുകൂടി ഇല്ലാതായി തീർന്നില്ല. ആ കുരിശിൻ്റെ എല്ലാ അവസ്ഥകളും തരണം ചെയ്തുകൊണ്ട് ഉത്ഥാനം ചെയ്തവനാണ് അവിടുന്ന്. കുരിശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഏലോയ് ഏലോയ് ലാമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? പച്ചയായ മനുഷ്യനെ വീണ്ടും നമുക്കിതാ കുരിശിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് തൻ്റെ ജീവൻ വെടിയുന്നതായാണ് കാണുവാൻ സാധിക്കുക. അപ്രകാരം ജീവൻ വെടിഞ്ഞ യേശുവിനെയാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓരോരുത്തരും ധ്യാനിച്ചത്. ഈ പ്രാവശ്യത്തെ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ ദേവാലയത്തിൽ വരുന്നത് പോലെ വരുവാനോ പ്രാർത്ഥിക്കുവാനോ അവിടത്തേക്ക് കാഴ്ച നേർച്ചകൾ സമർപ്പിക്കുവാനോ എന്തിനേറെ അവിടുത്തെ നേർച്ച കഞ്ഞി കുടിക്കുവാൻ പോലുമോ നമുക്ക് സാധിക്കാതെ പോയി. എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്നത് ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഓർമ്മകൾ മാത്രമല്ല, ഇതിനുശേഷമുള്ള മഹത്വീകൃതമായ ഒരു ഉയർപ്പുണ്ട്. അതാണ് അവിടുന്ന് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. കൊറോണയാകട്ടെ, ഓഖിയാകട്ടെ, ജലപ്രളയങ്ങളാകട്ടെ, മറ്റേതൊരുവിധ ദുരിതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും നമ്മെ വിട്ട് പോയിട്ടുണ്ടെങ്കിലും, പലരും പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ദൈവം തന്നെയാണ്. ഇന്ന് ചിലരെങ്കിലും പറയുക, ഇന്ന് ദൈവത്തെയല്ല വേണ്ടത്, സോപ്പും സാനിറ്റൈസറും ഒക്കെയാണ് വേണ്ടതെന്ന്. പ്രിയമുള്ളവരെ, സോപ്പും സാനിറ്റൈസറും ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് അവസരം നൽകിയത് ആരാണ്? ഈ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ, ഇത്രയും പേർ ഈ ലോകത്തിനെയും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ്? മരുന്ന് പോലുമില്ലാത്ത രോഗത്തിന് ശമനമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ്? അതിൻ്റെ പിന്നിൽ ദൈവം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കൊറോണ കാലത്തിൽ 90 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പൂപ്പൻ, അദ്ദേഹം
ഈ കൊറോണ ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിയേണ്ടി വന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സമയത്ത് ആശുപത്രി അധികൃതർ അദ്ദേഹത്തോട് വെന്റിലേറ്ററിൻ്റെ വാടകയായ കാശ് ചോദിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ആശുപത്രിയിലെ അധികൃതർക്ക് അദ്ദേഹത്തോട് അനുകമ്പ തോന്നി. സാരമില്ല, കാശടയ്ക്കുവാനില്ലെങ്കിൽ അടയ്ക്കണമെന്നില്ല, ഞങ്ങളത് പരിഹരിച്ചുകൊള്ളാം. ആ വന്യവയോധികൻ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കയ്യിൽ കാശില്ലാതെയല്ല ഞാൻ കരഞ്ഞത്, ഈ ഒരു ബില്ല് കണ്ടിട്ടല്ല ഞാൻ കരഞ്ഞത്. എൻ്റെ ഇത്രയും നാളുള്ള ദീർഘമായ ജീവിത കാലയളവിൽ ഒരു തുകയും കൊടുക്കാതെ ഞാൻ ശ്വസിച്ചുവെങ്കിൽ ആ ദൈവത്തോട് ഞാൻ എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, 2 ലക്ഷത്തോളമുള്ള ആൾക്കാർ ഈ ലോകം വിട്ടുപോയെങ്കിൽ തീർച്ചയായും അത് നമുക്ക് തീർക്കാൻ സാധിക്കാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അതിനേക്കാളേറെ പേർ ഈ ലോകത്ത് അതിനെ അതിജീവിച്ചു. പ്രത്യേകിച്ച് മരുന്നില്ലാതെ തന്നെ ആ രോഗത്തെ അതിജീവിച്ചു. ഒത്തിരിയേറെ പേർക്ക് ആ രോഗം ബാധിക്കാതെ ഈ രോഗം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതോർത്ത് ആശ്വസിക്കേണ്ടിയിരിക്കുന്നു. വേദനകളില്ലാത്ത ഒരു ലോകമല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. വേദനകളെ അതിജീവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതേസമയം നിത്യമായ വേദനയില്ലാത്ത ഒരു ലോകത്തിലേക്ക് ഉള്ള യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് സാധിക്കുന്നതാകണം നമ്മുടെ ജീവിതവും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെയും. അങ്ങനെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. അത് കർത്താവ് ചോര വിയർക്കുന്നതായി. അവിടെ ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ വേണ്ടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ രഹസ്യത്തിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു. അവിടെ നീതി എന്ന പുണ്യം നമ്മുടെ ജീവിതങ്ങളിൽ അഭ്യസിക്കുവാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ ധ്യാനിച്ചത് രക്തം വിയർക്കുന്നതായാണ്. അതിൽ ദൈവത്തിൻ്റെ ഹൃദയം പേറുന്ന വ്യക്തികളായി തീരുവാൻ നമ്മൾക്ക് സാധിക്കണം. തുടർന്ന് 4-ാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിച്ചത് യേശുവിനുള്ള ശിഷ്യത്വത്തിൽ വളരുവാനാണ്. തുടർന്ന് നമ്മൾ മനസ്സിലാക്കിയത് പരീക്ഷണങ്ങൾ അതിജീവിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകുവാനും. പ്രിയമുള്ളവരെയും, ജപമാല രഹസ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ബൈബിൾ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുക. ഈ ജപമാല രഹസ്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഒരു സർവീസിനായി ഞങ്ങളുടെ പിതാവേയും 10 നന്മ നിറഞ്ഞ മറിയുന്ന പ്രാർത്ഥനയും ചൊല്ലിപ്പോകുന്നവർ ചിലരെങ്കിലുമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ സൂത്രവാക്യം പറയാം. ഈ ദുഃഖരഹസ്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു മുക്കുണ്ട്. അതാണ് രജമുക്ക്. എന്താണ് ഈ രജമുക്ക്? രായ് എന്ന് പറയുന്നത് രക്തം വിയർക്കുന്നതിനെയും, ചായ് എന്ന് പറയുന്നത് ചമ്മട്ടി കൊണ്ടടിക്കുന്നതിനെയും, മൂ എന്ന് പറയുന്നത് മുൾക്കിരീടം വഹിക്കുന്നതിനെയും, ഇക്കു എന്ന് പറയുന്നത് 1-ാമത്തെ കു, അതായത് കുരിശ് വഹിക്കുന്നു, 2-ാമത്തെ കു, അതായത് കുരിശ് തൂങ്ങി മരിക്കുന്നു. അതാണ് ഞാൻ പറയുന്ന രജമുക്ക്. രാ ഫോർ രക്തം, ച ഫോർ ചമ്മട്ടി, മോ ഫോർ മുൾമുടി, കു ഫോർ കുരിശ് വഹിക്കുന്നു, കു ഫോർ കുരിശ് തൂങ്ങി മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ജപമാല രഹസ്യത്തിലൂടെയും നമുക്ക് വിശുദ്ധവാരത്തിലെ തിരുക്കർമ്മങ്ങളുടെയും കർത്താവിൻ്റെ പീഡാസഹനങ്ങളെയും ഒക്കെയും ഓർത്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലൂടെയും മനനത്തിലൂടെയും നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധ മാതാവ് നമുക്ക് നൽകുന്ന മാതൃക വലുതാണ്. ഏറ്റവും വലിയ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവ് തന്നെയാണ്. അവിടുത്തെ ശിഷ്യത്വത്തിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. കൊറോണയല്ല, ഏതു വലിയ രോഗത്തെയും ഏതു വലിയ പ്രതിസന്ധിയും അതിജീവിക്കുവാനുള്ള ശക്തിക്കായി ജപമാല അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.